ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, നമ്മുടെ റെസിപ്പീസ് വേൾഡ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു 5 ചന്ദ്രക്കാരൻ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇത് നമുക്ക് ഒരു മൺചട്ടിയിലാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. മൺചട്ടിയിലേക്ക് മാറ്റാം. ഒരു 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും എരിവുകൾ ചേർത്ത് നമ്മൾ വേവിക്കാൻ പോവുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഈ സമയത്ത് ചേർക്കാം. ഇത്രയും ചേരുവകൾ ചേർത്ത് മാമ്പഴം നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം. അരപ്പിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയുമാണ് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. മിക്സിയുടെ ചെറിയ ജാറിൽ എല്ലാം നമുക്ക് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് 1 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്, കട്ടയെല്ലാം ഉടച്ച്. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് 2 ഉണക്കമുളക്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് കറിവേപ്പ്. ഇത്രയും ചേരുവകൾ നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതവിടെ മാറ്റി വയ്ക്കാം. നമ്മുടെ മാമ്പഴം ഇവിടെ വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. എല്ലാ ചേരുവകളും നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മാമ്പഴം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല മധുരവും പുളിയും ഒക്കെ ഉള്ള ഒരു സൂപ്പർ കറിയാണ് മാമ്പഴ പുളിശ്ശേരി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. അടുത്തായി നമ്മൾ കറി താളിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച ഉണക്കമുളക് ചേർക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മുളക് പൊടി കൂടി ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ കറി താളിക്കുമ്പോൾ കറിക്കൊരു ഭംഗി ഉണ്ടാവും ഒരു നുള്ളു മുളക് പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ താളിച്ച ഐറ്റംസ് നമുക്കൊന്ന് കറിയിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് എളുപ്പത്തിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുകയും വേണം. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോസും ഒന്ന് കാണുക. ഇതിനു മുമ്പ് ഞാൻ ഒരു ചക്കക്കുരു, മാങ്ങ, ചെമ്മീൻ അതിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം റെസിപ്പീസ് വേൾഡ്. താങ്ക് യു.